ഒന്നും വിചാരിക്കണ്ട. റേഷൻ അരി വാങ്ങിയിട്ട് വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. തലയിൽ വെക്കാതെ നടക്കാൻ പറ്റില്ല. ചുമലിലൊന്നും വെച്ചിട്ട് ഇത്രയും ദൂരം ഷോൾഡറിൽ വെച്ചിട്ട് നടക്കാൻ പറ്റില്ല. 1 കിലോമീറ്ററിലധികം ഉണ്ട്. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. 2 സഞ്ചിയുണ്ട്. ഇതാ അടിപൊളിയല്ലേ? അപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വരമ്പുണ്ടല്ലോ, വരമ്പ് ഒരു ലെവലില്ല. പിന്നെ കാടുമുണ്ട്, നിലത്തൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. കളിയാക്കുന്നവർക്ക് കളിയാക്കാം, സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് 1 കിലോമീറ്ററിലധികം ഉണ്ട്. അത് ഷോർട്ട് വഴി വരുന്നതാണ്. എന്തായാലും ഇടക്കിടക്ക് നമുക്കിങ്ങനെ സംസാരിച്ചും കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടും നടക്കാമല്ലേ. റേഷൻ അരി വാങ്ങിയിട്ട് വരുന്നതാണേ. തലയിൽ വെക്കാതെ വയ്യ. എന്താണെന്ന് വെച്ചാൽ 1 കിലോമീറ്ററിലധികം നടക്കണം. നമ്മുടെ വയലിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ തലയിൽ വെക്കാതെ എനിക്ക് നടക്കാൻ പറ്റില്ല. കൈ ഇളക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് സഞ്ചിയുള്ളതുകൊണ്ട് മുകളിലും എല്ലായിട്ടും അങ്ങനെയാണ് ഉള്ളത്. ഇതുകൊണ്ട് ഈ വഴിയിലൂടെയാണ് നടന്നിട്ട് വരേണ്ടത്. റേഷൻ അരി വാങ്ങിയിട്ട് നടന്നിട്ട് വരേണ്ടത്. റോഡുണ്ട്. റോഡിലെ പോകുമ്പോൾ കുറച്ചുകൂടി ദൂരമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് 1 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പം പോയി ചേരുന്നത് റോഡിലേക്ക് തന്നെയാണ്. റോഡിൽ നിന്ന് പിന്നെ വീണ്ടും നടക്കണം. ഇവിടെ ഒരു പാലമുണ്ട്, ചെറിയ പാലമാണ്. അപ്പോൾ മച്ചി ഒരു ലെവലില്ല വഴിയൊന്നും. കശുമാവിൻ്റെ കൊമ്പ് വഴി കണ്ടേ. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ ഇങ്ങോട്ട് പോവും? മൊത്തം ചെളിയാണല്ലോ. ഓ മൈ ഗോഡ്, സ്ലിപ്പാവുന്നേ. ഈ വഴി കുറേ ദൂരം താണ്ടിയിട്ട് വേണം പോകാൻ. ഇതൊക്കെയാണ് ശരിക്കും ഞാനിത് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം റേഷൻ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയാറുണ്ട് വണ്ടി പിടിച്ചൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ. പക്ഷേ ഈ ഒരു എൻജോയ്മെൻറ്റ് വണ്ടി പോകുമ്പോൾ കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. വഴി കണ്ടില്ലേ, ഇത്രയും ദൂരം ഈ വഴിയൊക്കെ താണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. അതേപോലെ തന്നെയാണ് എൻ്റെ ജീവിതം. ഇതേപോലത്തെ പല വഴികളും താണ്ടിയിട്ടാണ് ഒരുപാട് കുണ്ടും കുഴിയും മുള്ളും കല്ലും ഒക്കെ ഉള്ളൊരു വഴി തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലേതും. ഇപ്പോഴും ഈ നടക്കുന്നുണ്ടല്ലേ, ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് ജീവിതം പോകുന്നത്. ശരിക്കും ഈ അരി 18 കിലോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് നല്ല വീഡിയോസുമായിട്ട് കാണാം അല്ലേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടണം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വല്ല ജോലിക്കും പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ആൾക്ക് പറയാം, ഒരാൾ ജോലി തരാം, എത്ര അന്വേഷിച്ചാലും ജോലി കിട്ടിയില്ല എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇതാ ജോലി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നോട്ട് വന്നാൽ അതും വരുന്നില്ല. പിന്നെ ഞാനിപ്പം ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മൈ ഗോഡ്, ഇതാണ് വഴി. ഈ വഴി കാണിച്ചു തരാൻ. ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ശരിക്കും ദുർഘടം പിടിച്ചാണ്, പേടിയാകുന്നു. അത്യാവശ്യം നല്ല ധൈര്യമുള്ളതുകൊണ്ട് ഭയങ്കര പേടിയാകുന്നു. നിങ്ങളൊന്ന് നോക്കിയാൽ, ഞാൻ ഇത്രയൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഷോർട്ടായിട്ട് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇതാണ് ഞാൻ അരിയും വാങ്ങിയിട്ട് പോകുന്നൊരു വഴി. എന്തൊക്കെ ഉണ്ടാവും ഇവിടെ എന്നൊന്നും അറിയില്ല. വഴിയുണ്ടാകും. എനിക്കാണെങ്കിൽ വെയിറ്റ് കുറച്ച് അധികമായില്ലേ. റേഷൻ കടയിൽ നിന്ന് എടുത്ത് എന്നിട്ട് ഇങ്ങോട്ട് വന്ന് വയലിലെത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ വെയിറ്റ് അത്രയും സമയത്ത് വെയിറ്റും ഉണ്ട്. പിന്നെ കാലിനൊക്കെ ചളിയുണ്ട്, ചെരുപ്പിനൊക്കെ ചളിയായിട്ടുണ്ട്. അമ്മച്ചി
വേര് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊരു കോൾഡ് പിടിച്ച പോലെയും തോന്നുന്നു. ഈ കാലാവസ്ഥയാണെങ്കിൽ വളരെ മിസ്റ്റേക്ക്. ചെറിയൊരു കട്ട് റോഡിൽ എത്തിയിട്ടുണ്ട്. വാ, ഇതെന്താ സംഭവം? മൈ ഗോഡ്, ഇതെങ്ങനെ ഇപ്പം അങ്ങോട്ട് കടക്കുക? ശേ, ഓ, ഇനിയിപ്പോൾ ഞാൻ വന്ന വഴി തിരിച്ചു പോകണ്ടെങ്കിൽ എത്ര ചുറ്റിക്കറങ്ങണം. കണ്ടില്ലേ, ഈ വഴി ഇതിലൂടെ എനിക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റില്ല. ഇതെങ്ങനെ ഞാൻ പോകും? ഇത്രയും ദൂരം ഞാൻ നടന്നിട്ട് തലയിൽ വെച്ചിട്ട് നടന്നിട്ട് കൊതുകും കടിക്കുന്നു കണ്ടാരടങ്ങ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ തലയിലുള്ള സാധനം ഇറക്കി വെച്ച് ഒന്ന് കുനിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് കണ്ട, ഇതിലൂടെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് എന്തോ കുളത്തിയിട്ട് വിളിക്കുന്നുണ്ട്. ഇതുണ്ട, ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഈ വഴിയാണ് പോകേണ്ടത്. ഇത് റോഡിന് എത്താറായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ റോഡിനെത്താനായിരിക്കുന്നു. ഏതൊരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനൊന്നും ഒരു വണ്ടി ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന, വീട്ടിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡ്. അപ്പോൾ ഇത്രയും ദുർഘടം പിടിച്ച വഴിയിലൂടെ വന്നിട്ട് റോഡിലേക്ക് എത്തി. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കും ഇവനെന്തിനാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്. പക്ഷേ ഷോർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ ഓട്ടോ പിടിച്ചാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ പൈസ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു നേരത്തെ പാലോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഒരു മടിയില്ല അത് പറയാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് 4 പരസ്യത്തിലും അതുപോലെ കുറേ ഷോർട്ട് ഫിലിം, പിന്നെ 4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല, ജീവിക്കേണ്ടിക്ക് പൈസ വേണ്ടേ. അപ്പോൾ വീട് എത്തിയില്ല, കുറേ കൂടി നടക്കാനുണ്ട്. എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് റീൽസാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പം പോയി നമ്മളെ സ്വന്തം ബൈജു അങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ നടക്കേണ്ടി വരില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. വീണ്ടും മെച്ചി.